ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. അല്പനേരം നമുക്കൊന്നിച്ച് ദൈവവചന ചിന്തകളിലേക്ക്, അതിൻ്റെ ധ്യാനത്തിലേക്ക് കടപ്പാൻ ദൈവം നമുക്ക് തരുന്ന അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അവസരം നമുക്കൊന്നിച്ച് പ്രയോജനപ്പെടുത്താം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പം അതിൻ്റെ തുടർമാനമായി തന്നെ ഇന്നും ദൈവവചന ഭാഗത്ത് നിന്ന് പ്രാർത്ഥന, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വീണ്ടും ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് ധ്യാനത്തോടെ ദൈവകരങ്ങളിലായിരിക്കാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ വിധങ്ങളെക്കുറിച്ചൊക്കെയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ആസ്പദമാക്കി നാം ചില ചിന്തകൾ പങ്കിട്ടു. ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ള പദത്തെയാണ് നാം അന്ന് ചിന്തിച്ചത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ബൈബിൾ നമ്മോട് അസന്ദിഗ്ധമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, ചോദിക്കുന്ന എല്ലാവർക്കും ലഭിക്കും. ചില കാര്യങ്ങൾ നാം ദൈവവചനം പഠിക്കുമ്പോൾ മനഃപൂർവ്വമായി ശ്രദ്ധിച്ച് അത് പഠിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ അവഗണിക്കാറുണ്ട്. നാം അത് മനഃപൂർവ്വമായി ചെയ്യുന്നതല്ല. അങ്ങനെ ദൈവവചനത്തിൽ നാം അവഗണിച്ചിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചതിൽ കർത്താവ് എംഫസൈസ് ചെയ്ത ചില കാര്യങ്ങൾ, കർത്താവ് ഊന്നിപ്പറഞ്ഞ ചില കാര്യങ്ങൾ. അതാണ് എല്ലാവർക്കും ലഭിക്കുന്നു എന്നുള്ള പദം. 2, എന്തു ചോദിച്ചാലും ലഭിക്കുന്നു എന്ന മറ്റൊരു പദം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ 2 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതാണ്. 1, എല്ലാവർക്കും ലഭിക്കുന്നു. 2, എന്തൊക്കെ ചോദിച്ചാലും ലഭിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് പറയാനൊരു മറുപടിയുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. വചനം പറയുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. 2, ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുമെന്ന് മാത്രമല്ല, എന്തു ചോദിച്ചാലും നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നിന്ന് നാം ഇന്ന് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ബൈബിൾ അസന്ദിഗ്ധമായി നമ്മോട് പറയുന്നു, നാം എന്തൊക്കെ ചോദിച്ചാലും നമുക്ക് നൽകുവാൻ നമ്മുടെ പിതാവ് ആഗ്രഹിക്കും. തിരുവചനത്തിൽ ആകമാനമായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനയുടെ, അവരുടെ പ്രാർത്ഥനയുടെ മറുപടികളുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവർ ചോദിച്ചതെല്ലാം കർത്താവ് അവർക്ക് കൊടുത്തു. പക്ഷെ അതിന് പിൻപിലുള്ള ഒരേ ഒരു വ്യവസ്ഥ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണം. ഞാൻ ഇന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായും നിങ്ങൾ എത്രത്തോളം ചോദിച്ചാലും അത്രത്തോളം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ അപ്പന്മാർ നമുക്ക് നൽകുന്നതിനേക്കാൾ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഒരപ്പനെ കുറിച്ചാണ് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മോട് ഏറ്റവും കൂടുതൽ പറയുവാനും ആഗ്രഹിക്കുന്നത് ആ അപ്പനെ കുറിച്ചാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 33 തിരുവയസ്സിലെ തൻ്റെ ജീവിത പാന്താവിൽ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ കർത്താവ് തെളിയിച്ചതും പ്രസന്റ് ചെയ്തതും എല്ലാം അപ്പനെയാണ്. യേശുവിൻ്റെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, കർത്താവ് പറയുന്നു, ഞാൻ ഭൂമിയിലിരിക്കുമ്പോൾ, അഥവാ ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇത് ശ്രദ്ധിക്കണേ, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു എപ്പോഴാണ് ലോകത്തിൻ്റെ വെളിച്ചമായത്? യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ, അഥവാ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നാൽ യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടപ്പോൾ, താൻ സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയപ്പോൾ, അതിനു മുമ്പ് താൻ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരിക്കൽ യേശു തൻ്റെ ജീവിതയാത്രയിൽ, യേശു തൻ്റെ ജീവിത പാന്താവിൽ
ലോകത്തിൻ്റെ വെളിച്ചമായി. എന്താ ഈ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ? വെളിച്ചം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്ന രാത്രി സമയത്താണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ഒന്ന് കട്ടായാൽ, ഒരു പവർ കട്ട് വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അടുത്തുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല. എന്താ വെളിച്ചത്തിൻ്റെ പ്രത്യേകത? വെളിച്ചത്തിൻ്റെ പ്രത്യേകത, വെളിച്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയെ കാണിച്ചു കൊടുക്കും. ദൈവം സൃഷ്ടിച്ച സകലതിനെയും കാണുന്ന വെളിച്ചത്തിൻ്റെ സഹായത്താല. എന്നാൽ നമ്മെ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമെന്നാണ്. അത് സൃഷ്ടിയെ കാണിച്ചു കൊടുക്കാനല്ല. നമ്മുടെ വെളിച്ചത്തിൻ്റെ പ്രത്യേകത, നാം നമ്മുടെ വെളിച്ചത്തിലൂടെ സൃഷ്ടിതാവിനെ കാണിച്ചു കൊടുക്കും. ഇപ്പം ലോകത്തുള്ള മറ്റെല്ലാ വെളിച്ചങ്ങളും മറ്റ് സൃഷ്ടികളെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ നാം നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മുടെ സൃഷ്ടിതാവ് ആരാണെന്ന് കാണിച്ചു കൊടുക്കും. അപ്പം ദൈവം ആരാണെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനുള്ള വെളിച്ചങ്ങളാണ് നമ്മൾ. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. യേശു അതാ കാണിച്ചു കൊടുത്തത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാ കാലയളവിൽ മുഴുവനും താൻ തെളിയിച്ചത് തൻ്റെ അപ്പൻ ആരാണെന്ന്. താൻ അവകാശപ്പെട്ടത്, ഞാൻ അപ്പൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, എനിക്ക് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. ഇതാണ് കർത്താവ് പറയുന്നത്. ഇതേ ഒരു ഡ്യൂട്ടിയാണ്, ഇതൊരു മിഷനാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു അസൈൻമെൻ്റ് ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് ലോകത്തിന് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് വിവക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ആ ജീവിതത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതല്ലേ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത പാന്താവിൽ നമ്മെ നോക്കുന്നവർ 2000-ൽ പരം വർഷത്തിന് മുമ്പ് ഒരിക്കൽ ബേത്ലഹേമിൽ ജനിച്ച, നസ്രത്തിൽ കൂടി നടന്ന, യെരുശലേമിൽ ക്രൂശിക്കപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ട് മടങ്ങിപ്പോയ ആ യേശുവിനെ ചൂണ്ടിക്കാണിക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ആ ക്രിസ്തു നമ്മിലുണ്ടെന്നും ആ ക്രിസ്തു എൻ്റെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുന്നു, എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്ന വെളിച്ചങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം, ഒരു വിചിന്തനം ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് എൻ്റെ പിതാവിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവർ എൻ്റെ പിതാവിൻ്റെ ദീർഘക്ഷമ എന്തെന്ന്, എൻ്റെ പിതാവിൻ്റെ സ്നേഹം എന്തെന്ന്, എൻ്റെ പിതാവിൻ്റെ സഹിഷ്ണുത എന്തെന്ന് എന്നിലൂടെ മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവവചനത്താൽ വീണ്ടും ജനിച്ച നാം അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. നമ്മൾ ഈ വീണ്ടും ജനന അനുഭവത്തിലൂടെയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുമ്പോൾ, നാം കർത്താവിൻ്റെ ക്യാരക്ടർ, കർത്താവിൻ്റെ ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളാകുക. ഒന്നുകൂടി പറഞ്ഞാൽ, യേശു കർത്താവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകുക. ആ സ്വഭാവത്തെ നാം കൾട്ടിവേറ്റ് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മുടെ സഭായോഗങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതവും വചനധ്യാനവും ഒക്കെ ദൈനംദിന ആവശ്യത്തിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു പറ്റാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ എൻ്റെ സ്വഭാവം കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നതിൻ്റെ പേരാണ് ഈ വിശുദ്ധീകരണം എന്നൊക്കെ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം നമുക്ക് വിചിന്തനം ചെയ്യാം. ഇത്രത്തോളം വർഷങ്ങളായി ഞാൻ കർത്താവിനെ അറിഞ്ഞു, അല്ലെ കർത്താവ് എന്നെ അറിഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവകൃപയിലായി. എന്നാൽ ഞാൻ പിന്തുടർന്ന് വന്ന ഈ വർഷങ്ങളിൽ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് ഞാൻ രൂപാന്തരപ്പെട്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. ആമേൻ. ഒരു ലോകക്കാരനെ കാണുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സാക്ഷ്യമല്ല, മറിച്ച് ഒരു ദൈവഭക്തനുമായിട്ട് ഇടപെടുമ്പോൾ ആ ദൈവഭക്തനോട് ഇടപെടുന്ന വ്യക്തികൾക്ക് ലഭിക്കേണ്ടത് യേശുവിനെയാണ്. യേശു അതുകൊണ്ട് ഈ കാര്യത്തിൽ ബദ്ധശ്രദ്ധനാണ്. തൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും പിതാവിനെ അറിയണം, പിതാവിനെ കാണണം. തോമസ് അപ്പോസ്തലൻ ഇപ്രകാരം ചോദിക്കുന്ന യേശുവിനോട്, കർത്താവേ, പിതാവിങ്കിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തരാം. യേശു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു, തോമസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം, എൻ്റെ കൂടെ പാർത്തവൻ പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ ക്ഷമ, പിതാവിൻ്റെ മനസ്സലിവ്
ഇതെല്ലാം കണ്ടിരിക്കുന്നു. ആമേൻ. അപ്പോൾ ഈ കർത്താവിനെ ഒന്ന് വെളിപ്പെടുത്താൻ, ലോകത്തിന് വെളിപ്പെടുത്താൻ ദൈവം നമുക്കിടയാക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം, നമുക്കത് വിചിന്തനം ചെയ്യാം. ഈ സുവിശേഷ വേല എന്നൊക്കെ പറയുന്നതിന് ഇതാ കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നിയോഗമാണ് ഈ സുവിശേഷ വേല. അത് ഈ പാസ്റ്റർമാരെയും സുവിശേഷകന്മാരെയും ഒന്നും ഏൽപ്പിച്ചിരിക്കുന്നതല്ല. രക്ഷിക്കപ്പെട്ട പാപത്തിൻ്റെ ചുമട് ഈ ചുമലിൽ നിന്നൊഴിഞ്ഞ സകലരുടെയും മേൽ ദൈവം വെച്ചിരിക്കുന്ന മറ്റൊരു ഭാരമാണ് ആത്മഭാരം. അപ്പം പാപഭാരം ചുമലിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അവൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടാത്ത ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു ആത്മഭാരത്തിൻ്റെ ചുമട് ദൈവം വെക്കുന്നു. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനുമായി നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് മടങ്ങി വരാം. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത്. ഞാൻ ഇത്രത്തോളം കാര്യം വളരെ കൂലങ്കഷമായി പറയാനുള്ള കാരണം, നമ്മുടെ പ്രെയറിൻ്റെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വവും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന എന്തു കാര്യവും അൺലിമിറ്റഡ് ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. കാരണം ദൈവം നമുക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം അതിൻ്റെ അളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അളവാണ് അളവില്ലാതെ നൽകുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നാം ധ്യാനിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പരിമിതികൾ മാറിപ്പോകും. ആമേൻ. ഇന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അവിടെ ആ പിതാവേ എന്നുള്ള പദം തന്നെ യഹൂദനോട് യേശു പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന അവർക്ക് വളരെ അപരിചിതമായി. കാരണം ഒരിക്കലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവർ ഭയപ്പെട്ടിരുന്നു. യഹൂദൻ്റെ ജീവിതത്തിൽ അവരേറ്റവും ഭയന്നിരുന്ന ഒരു പദമാണ് ദൈവം എന്നുള്ളത്. അങ്ങനെ അവർ നോക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഭയപ്പെട്ടിരുന്ന ഈ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ യേശു പറയുക. നാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ വലിയ പദവി യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിച്ചിട്ടുണ്ട്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ കോരിച്ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത് ദൂതന്മാർക്ക് പോലും ഇല്ലാത്ത പദവിയാണ്. ഗബ്രിയേലിനോ മിഖായേലിനോ റഫായേലിനോ അല്ലെങ്കിൽ പേര് പറയപ്പെട്ട തിരുവചനത്തിലുള്ള ദൂതന്മാർക്ക് ആർക്കും ഇല്ലാത്തൊരു പദവിയാണ് ദൈവപൈതൽ എന്നുള്ള ആ സ്ഥാനം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചല്ലോ, യേശു കർത്താവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വചനം സ്പഷ്ടമായി പറയുന്നു, അവർ മറ്റു മനുഷ്യരെ പോലെ അല്ല. അവർ മനുഷ്യരല്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം മറ്റു മനുഷ്യർ, ലോകത്തിലുള്ളവർ ഒരു പുരുഷൻ സ്ത്രീയെ ഇഷ്ടപ്പെട്ട് ജനിച്ചവരായിരിക്കാം, ജഡത്തിൻ്റെ ഇഷ്ടത്താൽ വന്നതായിരിക്കാം, രക്തത്തിൽ നിന്ന് ഉളവായതായിരിക്കാം. എന്നാൽ വചനം പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട ദൈവമക്കൾ എന്ന പദവി ലഭിച്ചവർ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ഇത് വളരെ സന്തോഷകരമായ ഒരു ധ്യാനമാണ്. ആമേൻ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ നിക്കോദമോസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആദ്യമായി ചെയ്യുന്ന ഒരു അടയാളമാണ് വെള്ളം വീഞ്ഞാക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. അന്ന് ആ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ആളാണ് നിക്കോദമോസ് എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് മനസ്സിലാവും. കാരണം കർത്താവായ യേശുക്രിസ്തു ആദ്യമായി വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ആ വലിയൊരു അടയാളം കണ്ടിട്ട് യേശുക്രിസ്തു മശിഹയാണെന്ന് മനസ്സിലാക്കിയവനാണ്
നിക്കോദെമോസ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ചെന്ന് നിക്കോദെമോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു അഥവാ റബ്ബി, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇത്ര വലിയ അടയാളം ഒന്നും ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. കാരണം പച്ചവെള്ളമൊക്കെ വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനേ കഴിയും. ആമേൻ. എന്നാൽ യേശു അവനോട് പറയുന്ന മറുപടി ഇതാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. ഇവിടെ പുതുതായി ജനിക്കുക എന്നുള്ളൊരു പദം നിങ്ങൾ തിരുവചനം പഠിച്ചാൽ മനസ്സിലാകും. ഇവിടെ പുതുതായി ജനിക്കുക എന്ന് വചനത്തിൽ എഴുതിയിട്ടില്ല. പ്രൈസ് ഗോഡ്. ബോൺ അഗെയിൻ എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ പദത്തിന് ഗ്രീക്കിൽ ഗനാവോ അനോഥേൻ എന്നുള്ള 2 പദങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഉയരത്തിൽ ജനിക്കുക അഥവാ അത്യുന്നതത്തിൽ ജനിക്കുക. ഒന്നുകൂടി പറഞ്ഞാൽ സ്വർഗത്തിൽ ജനിക്കുക. അപ്പം നിക്കോദെമോസിനോട് യേശു പറയുകയാണ്, നീ ഉയരത്തിൽ ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അപ്പം നമ്മുടെ ജനനം പോലും നാം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അത് നിർണയിക്കപ്പെടുന്നത് നാം ഭൂമിയിലുള്ളവരെന്നല്ല, മറിച്ച് നാം സ്വർഗത്തിലുള്ളവരെന്ന പോലെയാണ്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, ആകയാൽ നിങ്ങൾ ഭൂമിയിലുള്ളവരെ പോലെ അല്ല, ഉയരത്തിലുള്ളവരെ പോലെ ചിന്തിക്കണം. അപ്പോൾ 2 കൂട്ടം മനുഷ്യരാണ് ലോകത്തിലുള്ളത്. ഒന്ന് ഭൂമിയിലുള്ളവർ, അവരെയാണ് നമ്മൾ ഈ ലോകക്കാരെന്ന് പറയുന്നത്. ആരാ ലോകക്കാർ? യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ, ആ വീണ്ടും ജനനാനുഭവം പ്രാപിക്കാതെ, സ്വർഗീയ കുടുംബത്തിന് അംഗങ്ങളാകാത്തവരെല്ലാം അവർ ലോകക്കാരാണ്. പ്രൈസ് ഗോഡ്. നാം അങ്ങനെയല്ല, നാം ഉയരത്തിൽ ജനിച്ചവരാണ്. ആമേൻ. നാം രക്തത്തിൽ നിന്നോ ജഡത്തിൻ്റെ ഇഷ്ടത്താലോ പുരുഷന്റെ ഇഷ്ടത്താലോ വന്നവരല്ല, നമ്മൾ ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ആമേൻ. ഈ ഐഡന്റിറ്റി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും നാം ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും എല്ലാം ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡിനൊത്തോണമല്ല, മറിച്ച് യേശു കർത്താവിൻ്റെ അഥവാ ഒരു ഡിവൈൻ സ്റ്റാൻഡേർഡിനൊത്തോണം. ആമേൻ. ഇതാ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഈ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മളെക്കുറിച്ച് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു എന്നല്ല പറയുന്നത്, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുന്നവരാണ്. നമ്മളെങ്ങനെ ഈ കർത്താവിൻ്റെ സദ്ഗുണങ്ങളെയൊക്കെ ഘോഷിക്കുന്നത്? അതൊരിക്കലും ഒരു പ്രസംഗം നടത്തിയിട്ടല്ല, പാട്ട് പാടിയിട്ടുമല്ല. നമ്മൾ കർത്താവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഘോഷിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയുണ്ട്. ആമേൻ. മറ്റുള്ളവരോടുള്ള ഇടപെടലുകൾ കൊണ്ട് നാം ഉച്ചൈസ്തരം ഘോഷിക്കുകയാണ് നമ്മുടെ ദൈവത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്, നമ്മുടെ പിതാവിൻ്റെ ക്യാരക്ടർ. യേശു കർത്താവ് ആരാണെന്നുള്ളതൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന വേദിയാണ് എൻ്റെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ തിരുവെഴുത്തുകളിൽ കാണുന്ന കർത്താവിനെ ഒന്ന് ലിറ്ററലായിട്ട് കാണാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ജീവിതം കണ്ടിട്ട് അവർ യേശുവിനെ അറിയട്ടെ, യേശുവിനെ കാണട്ടെ എന്നാണ് ഈ തിരുവചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമ്മിൽ വ്യാപരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വാസ്തവത്തിൽ ഇതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പോലും നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചവരാണെങ്കിൽ അത് കേവലം അന്യഭാഷ പറയാൻ വേണ്ടിയൊന്നുമല്ല, കൃപാവരങ്ങൾക്ക് വേണ്ടിയുമല്ല, അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എപ്പോൾ വെളിപ്പെടുന്നോ, എപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിച്ചുവോ, അപ്പോൾ മുതൽ ഞാൻ മനുഷ്യനെ പോലെ അല്ല, ഞാൻ എല്ലാത്തിലും ദൈവത്തെ പോലെ ചിന്തിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിച്ചാൽ പിന്നത്തേതിൽ എൻ്റെ സ്റ്റാൻഡേർഡ് മാറുകയാണ്, എൻ്റെ മാനുഷിക നിലവാരങ്ങൾ മാറുകയാണ്, എൻ്റെ മാനുഷികമായ പരിമിതികൾ മാറുകയാണ്. മറിച്ച് ഞാനൊരു ദൈവീക, ഒരു ഡിവൈൻ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റപ്പെടുന്നു. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇത് നാം മനസ്സിലാക്കാറില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും നാം മനുഷ്യരെ പോലെയാണ്
പ്രതികരിക്കുന്നത്. മനുഷ്യരെ പോലെയാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം ദൈവികമായി തീരേണ്ടതിന് നമുക്ക് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനധ്യാനം അതിനും നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രേയറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കർത്താവ് ഇപ്രകാരം പറയുന്നു, ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. ഞങ്ങളുടെ ജീവകാലയളവിൽ അങ്ങയുടെ രാജ്യം വെളിപ്പെടണം. പ്രൈസ് ഗോഡ്. ഈ ദൈവരാജ്യം വെളിപ്പെടണം എന്നൊക്കെ യേശു പ്രാർത്ഥിപ്പിക്കുമ്പോൾ പിശാചിന് ആക്സസ് ഇല്ലാത്തൊരിടമാണ് ദൈവരാജ്യം. അവിടെ ദൈവം മാത്രമാണ് രാജാവ്. അവിടെ വെളിച്ചം മാത്രമാണ് ഉള്ളത്. ഇരുളിന് അവിടെ ഒരു സ്വാധീനവും ഇല്ല. യേശു പറയുകയാണ്, നിങ്ങളുടെ ജീവിതം കൊണ്ട് പിശാചിനൊരു സ്വാധീനവും ഇല്ലാത്ത, അധികാരവും ഇല്ലാത്ത, ദൈവത്തിന് മാത്രം, പരിശുദ്ധാത്മാവിന് മാത്രം നിയന്ത്രണമുള്ള ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുക. ആമേൻ. അടുത്ത പ്രസക്തമായ ഒരു ഭാഗമാണ്, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. വാസ്തവത്തിൽ ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ 6-ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 5 ദിവസം മനുഷ്യന് വേണ്ടിയുള്ളതെല്ലാം ഉണ്ടാക്കി. ശ്രദ്ധിക്കണേ, കഴിഞ്ഞ 5 ദിവസം മനുഷ്യന് വേണ്ടിയുള്ളതെല്ലാം ഉണ്ടാക്കി. കരയിലും കടലിലും ആകാശത്തിലും ഒക്കെ മനുഷ്യന് വേണ്ടിയുള്ള സകലതും ഉണ്ടാക്കിയിട്ട് 6-ാം ദിവസം ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ബാക്കി 5 ദിവസം ഉണ്ടാക്കിയ കാര്യമൊക്കെ മനുഷ്യനെ സന്തോഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ 6-ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിന് സന്തോഷിക്കാൻ. എപ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്? ദൈവം സന്തോഷിക്കുന്നത് മനുഷ്യനിൽ തന്നെ തന്നെ കാണുമ്പോഴാണ്. എന്നോട് പറഞ്ഞാൽ, ഞാൻ യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുമ്പോൾ, പ്രതിബിംബിക്കുമ്പോൾ ഒക്കെ സ്വർഗം സന്തോഷിക്കുകയാണ്. അപ്പം ഇങ്ങനെ കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നത് ഓർപ്പിച്ചിട്ട് നാം ഇന്ന് പ്രാർത്ഥിക്കും. കർത്താവ് വ്യക്തമായിട്ട് ഇങ്ങനെ അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പഠിപ്പിച്ചതിന് ശേഷം യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ദൈവത്തിൻ്റെ ക്ഷമയാണ്, ദീർഘക്ഷമയാണ്. ആ ദീർഘക്ഷമ എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ മാക്രോതൂമിയ എന്ന് പറയും. മാക്രോതൂമിയ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഇതാണ്: ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുന്ന അവൻ്റെ അവസാന നിമിഷം വരെയും ദൈവം അവനോട് ക്ഷമിക്കാൻ തയ്യാറാണ്. കാരണം അവൻ മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യേശു ആ ദൈവീക ക്ഷമ നമ്മിൽ നിന്ന് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, നിന്റെ സഹോദരൻ ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് പിഴയ്ക്കുകയും 7 പ്രാവശ്യം നിന്നോട് സോറി പറയുകയും ചെയ്താൽ നീ ക്ഷമിച്ചേക്കണം. പ്രൈസ് ഗോഡ്. കാരണം നിങ്ങളെ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടാനല്ല, മറിച്ച് നിങ്ങളുടെ കർത്താവ് ആരാണെന്നുള്ള വെളിച്ചം ലോകത്തിന് കൊടുക്കുവാനാണ്. ആമേൻ. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിചിന്തനം ചെയ്യാം ഈ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ. എന്നിട്ടൊരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങളെ തുറന്ന് സമ്മതിക്കുവാനും നമ്മുടെ വളർച്ചയെക്കുറിച്ച് പഠിപ്പാനും ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനിയും പ്രാർത്ഥനയെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം. ഒരു നിമിഷം കണ്ണു അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ ദൈവവചന ഭാഗങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവരുടെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃപരിശോധിക്കുവാനും ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ പ്രാപ്തരാക്കുന്ന ആ ദൈവകൃപയിൽ ആശ്രയിപ്പാനും അവർക്കിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിത്യതയിലേക്കുള്ള ഈ പ്രയാണത്തിൽ കർത്താവേ, അങ്ങയുടെ വാക്താക്കളാകുവാൻ, അങ്ങയെ പ്രതിബിംബിപ്പിക്കുവാൻ, അങ്ങ് വെളിപ്പെടുന്ന നാളിൽ ഞങ്ങളും
അങ്ങയോട് സദൃശ്യന്മാരാണെന്ന് തിരിച്ചറിയുന്നതിൽ സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. ഞങ്ങളെ ഒന്നിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ലവ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.